ടൈപ്പ് കാസ്റ്റായി പോയി കുറേ സിനിമകൾ ചെയ്യുന്നു, നായകനായിട്ട് സിനിമകൾ ചെയ്തിട്ട് അതൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ സിനിമ നിർത്തിയിട്ട് ഇനി വല്ല ജോലിക്ക് വിദേശത്ത് പോകാൻ നടക്കുന്ന സമയത്താണ് ട്രിവാൻഡ്രം ലോഡ്ജ് വരുന്നത്. കംബാക്ക്. എനിക്കൊരു ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം പിന്നെ സൈജു കുറുപ്പിനെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തോന്നിയിരിക്കുന്ന സൈജു കുറുപ്പിന് സീരിയസ് ലൈക്ക് അത് പറ്റും, ഇപ്പോൾ ഇമോഷനും പറ്റും, പക്ഷെ ഫണ്ണി ചെയ്യുമ്പോൾ അതൊരു വേറൊരു. അത് അന്ന് ഒരിക്കലും സൈജു കുറുപ്പ് അങ്ങനെ ഒരു ഫൺ ടൈപ്പ് ക്യാരക്ടർ ചെയ്യുന്ന ആരും വിചാരിക്കുന്നില്ല. കാരണം ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോൾ എല്ലാവരും ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് സൈജു കുറുപ്പ് ഞെട്ടിച്ചു എന്നാണ്. കാരണം അങ്ങനത്തെ റോള് സൈജു കുറുപ്പിനെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സൈജു കുറുപ്പിന്റെ ഒരു കാലം തന്നെയാണ്. പിന്നെ ഒരിക്കലും അതിന് സിനിമ ഇല്ലാതിരിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. ഫണ്ണി അല്ലെങ്കിൽ വിക്കഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൽ ആ പൊളിറ്റീഷ്യൻ. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സൈജു കുറുപ്പിന് കുറച്ച് മാനറിസം ഉണ്ട്, അതൊക്കെ നല്ല വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും കൂടെ, അതായത് പൃഥ്വിരാജിന്റെ കൂടെ ദിലീപിന്റെ കൂടെ ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ ഉണ്ട്, ജാക്ക് ആൻഡ് ഡാനിയൽ. അതില് ട്രൂ നല്ലൊരു ക്യാരക്ടർ. ദിലീപിന്റെ പോലീസ് ഓഫീസറാണ്, ദിലീപിനെ പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ്, പക്ഷെ നല്ല രസമായിട്ട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എടുത്ത് പറയേണ്ട പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. അത് അധികം ഇങ്ങനെ ഹിറ്റായ സിനിമയൊന്നുമില്ല, പക്ഷെ അതിൽ മാത്യുവിന്റെ അമ്മാവനായിട്ട് എന്താണ്, അതിന്റെ കുട്ടമ്മാമയോ അങ്ങനെ എന്തോ ആണത്. അതിൽ സൈജു കുറുപ്പിൻ്റെ ഓപ്പണിംഗ് സീൻ മുതൽ അവസാനം വരെ തമാശയാണ്. സൈജു കുറുപ്പ് സ്ക്രീനിൽ വന്നാൽ അതിൽ ഹ്യൂമർ ടു ഹ്യൂമർ തന്നെയാണ് സൈജു കുറുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.